അവതരിപ്പിച്ച അടിയന്തര പ്രമേയം വേണ്ടത്ര ഗൗരവത്തോടുകൂടി തുടർ പ്രവർത്തനങ്ങളിൽ കണ്ടില്ല. 2024 കൃത്യം 2 വർഷം കഴിഞ്ഞപ്പോ വീണ്ടും അതുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയം ഉന്നയിക്കാൻ അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ നിർബന്ധിതമായി. ഇപ്പോൾ അവതരിപ്പിക്കാൻ നിർബന്ധിതമായതിന്റെ കാരണം എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ 2025 കലണ്ടർ വർഷത്തിന്റെ ആദ്യത്തെ 2 മാസങ്ങളിൽ ഈ കേരളത്തിൽ നടന്ന കൊലപാതകങ്ങൾ 63 കൊലപാതകങ്ങൾ. ആ 63 കൊലപാതകങ്ങൾ നടന്നത് ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള ലഹരി മരുന്നിന്റെ സ്വാധീനത്തിൽ സ്വബോധമില്ലാതെ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള പ്രാകൃതമായ കൊലപാതകങ്ങളാണ്. 63 കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നത്. ഒരു വീട്ടിൽ 3 പേരെ, എന്തിനേറെ പറയുന്നു, കുണ്ട്ര നിയോജക മണ്ഡലത്തിൽ വീട്ടിലെ മുതിർന്ന 2 രക്ഷകർത്താക്കളെയും തലക്കടിച്ചു കൊന്നതിന് ശേഷം ആ ചെറുപ്പക്കാരൻ ഫ്രിഡ്ജിലിരുന്ന ഭക്ഷണമെടുത്ത് ചൂടാക്കി വസ്ത്രമെല്ലാം കഴുകി കുളിച്ച് വൃത്തിയായി ഭക്ഷണവും കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് 2 പേരും മരിച്ചു കിടക്കുന്നു. രക്തം വാർന്നൊലിച്ച് മരിച്ചു കിടക്കുന്നു. ഇതാണ് ഇതിന്റെ പ്രത്യേകമായിട്ടുള്ളൊരു അവസ്ഥ. അപ്പൊ ഈ രാസലഹരി വസ്തു അല്ലെങ്കിൽ MDMA ഉൾപ്പെടെയുള്ള ഈ രാസലഹരി മരുന്നിന്റെ സ്വാധീനം എത്ര ഭീകരമാണ്, എത്ര പ്രാകൃതമാണ് എന്ന് തെളിയിക്കുന്ന ഹീനിയസ് ക്രൈംസ് ആണ്, ഹീനമായ കൊലപാതകങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് അനുദിനം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ആ ദൈവത്തിന്റെ സ്വന്തം നാട് ശകുത്താന്റെ നാടായി മാറിക്കൊണ്ടിരിക്കുന്നു. ഗോഡ്സ് ഓൺ കൺട്രി, ഡെവിൾസ് ഓൺ കൺട്രിയായി ശകുത്താന്റെ നാടായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വളർന്നു വരുന്ന കൗമാര യൗവന പ്രായത്തിൽപ്പെട്ട പുതുതലമുറയെ വിനാശകരമായ വിപൽക്കരമായ ലഹരി മരുന്നിന്റെ സ്വാധീന വലയത്തിൽ നിന്ന് മോചിപ്പിച്ച് അതിനെ അതിജീവിച്ചുകൊണ്ട് കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെയും സാമൂഹിക സൗഹൃദത്തെയും പുനരുജ്ജീവിപ്പിച്ചെടുക്കാൻ, വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിനാണ് നിയമസഭയ്ക്കകത്ത് പ്രിയപ്പെട്ട നമ്മുടെ MLA ശ്രീ PC വിഷ്ണുനാഥ് നേതൃത്വം കൊടുക്കുന്നത്. 2 അടിയന്തര പ്രമേയങ്ങളിലൂടെ കേരള സമൂഹത്തിന്റെ ആകെ ശ്രദ്ധ ആകർഷിക്കാൻ ഈ നടന്ന കൊലപാതകങ്ങൾ പരമ്പരയായി ക്രോണോളജിക്കൽ ഓർഡറിൽ വിശദീകരിച്ചുകൊണ്ട് അതിനാധാരമായിട്ടുള്ള ലഹരി മരുന്നിന്റെ സ്വാധീനത്തെ സംബന്ധിച്ചൊക്കെ ഹൃദയസ്പർശമായ നിലയിൽ നിയമസഭയിൽ വിഷയം അവതരിപ്പിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അടക്കം സംസ്ഥാന ഗവൺമെന്റ് അടക്കം കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഗൗരവതരമായ ശ്രദ്ധയ്ക്ക് വിഷയം വിധേയമായത് എന്നുള്ളത് ഒരു നിയമസഭാംഗം എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ വിജയം തന്നെയാണ്. അതാണ് ഒരു നിയമസഭാംഗത്തിന്റെ ചുമതല. റോഡും തോടും പാലവും വെള്ളവും വൈദ്യുതിയും അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുക, നാടിന്റെ വികസനോന്മുഖ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നത് മാത്രമല്ല, വികസനോന്മുഖ പ്രവർത്തനങ്ങളോടൊപ്പം നിയമനിർമ്മാണ സഭയിൽ അംഗമായിരിക്കുന്ന, നയരൂപീകരണ സഭയിൽ അംഗമായിരിക്കുന്ന ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൗലികമായ ചുമതലയാണ്, ഉത്തരവാദിത്വമാണ് നാട് നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ ഭരണകൂടത്തിന്റെ, ഗവൺമെന്റിന്റെയും പൊതുസമൂഹത്തിന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവന്ന് നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നേതൃപരമായ പങ്കുവഹിക്കാൻ നിയമനിർമ്മാണ രംഗത്തും നയരൂപീകരണ രംഗത്തും സ്തുത്യർഹമായ നിലയിൽ ഇടപെടാനും പ്രവർത്തിക്കാനും കഴിയണം ഒരു നിയമസഭാംഗത്തിന്. ആ കഴിവ് നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ സർവതോമുഖമായ വികസന പ്രക്രിയയിൽ ചടുലതയോടുകൂടി ഇടപെട്ട് പ്രാവർത്തികമാക്കുന്നതോടൊപ്പം നാടിന്റെ പൊതുപ്രശ്നങ്ങളും നിയമസഭയിലൂടെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് നിയമസഭയ്ക്കകത്തും പുറത്തും നേതൃത്വം കൊടുക്കുന്ന പ്രിയങ്കരനായ നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ നിയമസഭാംഗം ശ്രീ PC വിഷ്ണുനാഥിനെ ഈ ജനജാഗ്രത യാത്രയ്ക്ക് സേ നോ ടു ഡ്രഗ്സ് ആൻഡ് സേ നോ ടു ക്രൈംസ്, ക്രിമിനൽ കുറ്റങ്ങളോട്, ക്രൈംസിനോട് അരുത് എന്ന് പറയാൻ, ലഹരി മരുന്ന് വേണ്ട, അരുത് എന്ന് പ്രഖ്യാപിക്കാൻ, അതുവഴി ഒരു പുതുതലമുറയുടെ ശാക്തീകരണത്തിന്, അധികാരവൽക്കരണത്തിന് വഴിയൊരുക്കാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങളെ
ജാഗ്രത ആർജിക്കുന്ന നിലയിലുള്ള ക്യാമ്പയിനാണ് 7 പഞ്ചായത്തുകളിൽ 7 ദിവസങ്ങളിലായി ഉച്ചയ്ക്ക് 3 മണി മുതൽ വൈകുന്നേരം വരെ കാൽനടയായി ഈ ജനജാഗ്രതാ യാത്ര ഈ നിയോജക മണ്ഡലത്തിലുടനീളം പര്യടനം നടത്തുന്നത്. 2025 ഏപ്രിൽ ഇന്നലെ മുതലാണ് നമ്മൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട ശ്രീ സൂര്യനാട് രാജശേഖരൻ അദ്ദേഹത്തിന്റെ നിര്യാണത്തെ തുടർന്നാണ് കഴിഞ്ഞ ദിവസത്തെ പരിപാടി മാറ്റിവെച്ച് ഇന്നു മുതൽ ആരംഭിക്കുന്നത്. ഈ ഔപചാരികമായി ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം കൊല്ലത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് നേതൃപരമായ പങ്കുവഹിച്ചിരുന്ന നമ്മുടെ സഹപ്രവർത്തകരും സുഹൃത്തും ഒക്കെയായി ജില്ലാ ബാങ്കിന്റെ പ്രസിഡന്റായി, സംസ്ഥാന ബാങ്കിന്റെ വൈസ് പ്രസിഡന്റായി, സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റായി, അങ്ങനെ നിരവധി ഔദ്യോഗിക തലങ്ങളിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന ശ്രീ സൂര്യനാട് രാജശേഖരൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മെ വിട്ടുപോയി. അദ്ദേഹത്തിന്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ, ഓർമ്മകൾക്ക് മുമ്പിൽ ഈ സമ്മേളനം ആദരാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹത്തെ ഓർത്തുകൊണ്ട്, അനുസ്മരിച്ചുകൊണ്ട് ഈ ജനജാഗ്രതാ യാത്ര ഇന്ന് ഇവിടെ നിന്ന് ശ്രീ PC വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ജനജാഗ്രതാ യാത്ര ഒരു വൻപിച്ച വിജയമായി പരിണമിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, മുന്നണി കക്ഷി രാഷ്ട്രീയ വ്യത്യാസം കൂടാതെ, ജാതി മത സാമുദായിക ഭേദം കൂടാതെ, സങ്കുചിത പ്രാദേശിക ഭാവം കൂടാതെ, വിശാലമായ പൊതു താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ സർവതോമുഖമായ നന്മയ്ക്കും നാടുകളുടെ പുരോഗതിക്കും ഉതകുന്ന ഈ ജനകീയ ക്യാമ്പയിൻ ഏറ്റെടുത്ത് പ്രാവർത്തികമാക്കാൻ വേണ്ടി തുടക്കം കുറിക്കുന്ന പ്രിയപ്പെട്ട ജനജാഗ്രതാ യാത്രയുടെ ക്യാപ്റ്റൻ ശ്രീ PC വിഷ്ണുനാഥിനെ എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട്, അനുമോദിച്ചുകൊണ്ട് ഈ ജനജാഗ്രതാ യാത്രയുടെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നിർവഹിക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട്, അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരുപാട് ഇവിടെ എല്ലാ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കളുണ്ട്. സമയത്ത് ആരും സംസാരിക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ഹൈസ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഫ്ലാഷ് മോബോടുകൂടി ഈ പരിപാടി ആരംഭിക്കുകയാണ്. ആ കുട്ടികളെ അതിനു വേണ്ടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സഞ്ജയ് ഇവിടെ